നമസ്കാരം. എമ്പുരാൻ എന്ന മലയാള സിനിമയെക്കുറിച്ച് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതി കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററുകളിലെത്തിയ ആ വലിയ ബ്രഹ്മാണ്ഡ ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. അതായത് ബിനീഷ് കോടിയേരിയാണ് എന്താണ് ആ സിനിമ എന്ന് ആദ്യമായി മലയാളികളോട് പറയുന്നത്. അദ്ദേഹം ആദ്യ ഷോ കണ്ടതിന് ശേഷം ആദ്യ ഷോ കണ്ടത് വളരെ ചുരുക്കം മലയാളികളാണ്. ഭൂരിഭാഗം മലയാളികളും ഈ ചിത്രം എന്താണ് എന്ന് കാണാനിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ലാലേട്ടൻ അഭിനയിക്കുന്ന ഏതാണ്ട് 300 കോടിക്ക് അടുത്ത് ചെലവ് ചെയ്ത് നിർമ്മിച്ച ഒരു ചിത്രം തീർച്ചയായും തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അത്തരത്തിൽ ആഗ്രഹത്തോടു കൂടിയിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് നേരെ യഥാർത്ഥത്തിൽ ചിത്രം എന്താണ് എന്ന് തുറന്നു കാട്ടിയത് ബിനീഷ് കോടിയേരിയാണ്. അതായത് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഗുജറാത്തിൽ കലാപം നടത്തിയിട്ടാണ് ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. കലാപത്തിൻ്റെ ഒരു പ്രയോജനം അത് എടുത്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അംശമാണ്, അങ്ങനെയുള്ള ഒരു കഥയാണ്, സന്ദേശമാണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് ബിനീഷ് കോടിയേരിയാണ് ആദ്യമായി ബഹുഭൂരിപക്ഷം മലയാളികൾക്ക് മുന്നിൽ വെച്ചത്. അതോടുകൂടി ഈ സിനിമ എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യമാവുകയും ബൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പലരും ബൾക്കായി തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. വിദേശങ്ങളിലടക്കം തിയേറ്ററുകൾ ഒന്നാകെ ക്യാൻസൽ ചെയ്തു പോയ സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ എമ്പുരാൻ കാണാനായി വളരെ ആവേശത്തോടു കൂടിയിരുന്ന ബഹുഭൂരിപക്ഷം പ്രേക്ഷകരെയും സിനിമ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ കേരള സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ BJP അനുകൂല അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടെടുക്കുന്ന ആളുകളെല്ലാം തന്നെ സിനിമയെ അതിനിശിതമായി തന്നെ വിമർശിക്കുമ്പോൾ ഈ ഇടത് അനുകൂല ഹാൻഡിലുകളെല്ലാം അല്ലെങ്കിൽ ഇടത് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്ന പ്രേക്ഷകരെല്ലാം തന്നെ സിനിമയെ അനുകൂലിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പ്രമേയം ചലച്ചിത്രമാക്കാൻ കാട്ടിയ ധൈര്യത്തെ അവർ എടുത്തു പറയുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ 300 കോടിയിലധികം ചെലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രമേയമായി ഗുജറാത്ത് കലാപം മാത്രമേ ഉള്ളൂ എന്നതാണ്. അതായത് ആറി തണുത്ത അല്ലെങ്കിൽ പഴകി തുരുമ്പെടുത്ത ഒരു ആശയമാണ് ഈ ഗുജറാത്ത് കലാപം. നമ്മളെല്ലാം ചർച്ച ചെയ്ത് ഉപേക്ഷിച്ച സാധനമാണ്. ആ സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കാൻ എന്നൊരു സഹതാപമാണ് സത്യത്തിൽ എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിരവധി വാക്കുകൾ അല്ലെങ്കിൽ പ്രതീഷ് വിശ്വനാഥിൻ്റെ പോലെയുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ സിനിമയ്ക്കെതിരായിട്ട വാക്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. ഈ ചിത്രം മറ്റൊന്നുമല്ല, നരേന്ദ്രമോദി വിളക്ക് കൊളുത്തുന്ന ചിത്രമാണ്. അതിന് സമീപം നിൽക്കുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രതിഭയുള്ള നടനായിരുന്ന ഭരത് ഗോപിയാണ്. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരനെ പോലെയുള്ള ആളുകളുമുണ്ട്. തീർച്ചയായും കേരളത്തിൽ നടന്ന ഒരു പരിപാടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബാക്ക്ഡ്രോപ്പിൽ ഗുരുജി ഗോൾവൽക്കറുടെ പടമുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുജിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിൽ എവിടെയോ നടന്ന ഒരു ചടങ്ങിൻ്റെ ചിത്രമായിരിക്കാം എന്ന് ഈ ഘട്ടത്തിൽ തീർച്ചയായും അനുമാനിക്കാം. എന്തായാലും ഈ ചിത്രം ഏതാണ് എന്ന് വരുന്ന സമയങ്ങളിൽ കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ എന്തായാലും ഈ ചിത്രം അതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ വില്ലൻ ആര് എന്നതുമായി ബന്ധപ്പെട്ട് ചില സസ്പെൻസുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു അമേരിക്കൻ നടനെ പുറംതിരിഞ്ഞ് നിർത്തി ഫോട്ടോ എടുപ്പിച്ച് ഈ വില്ലനെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് റിലീസിന് മുമ്പ് വലിയ എന്തോ സസ്പെൻസ് സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോഴിതാ യഥാർത്ഥ വില്ലൻ അത് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമാണ് എന്ന് വ്യക്തമാവുകയാണ്. പൃഥ്വിരാജിൻ്റെ മനസ്സിനുള്ളിലെ രാഷ്ട്രീയമാണ് ഈ സിനിമയിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഈ ചിത്രത്തിലെ യഥാർത്ഥ വില്ലന്മാർ. അതിലൊരു വില്ലനോടൊപ്പം ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ തന്ത എന്ന പേരിലാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപരിക്കുന്നത്. നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന ലൂസിഫറിലെ പ്രശസ്തമായ ഡയലോഗും അതിൻ്റെ ഒരു ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിത്രം അതിവേഗം പ്രശസ്തമായി അല്ലെങ്കിൽ തരംഗമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് മുരളി ഗോപിയുടെ പിതാവ് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന
ഫോട്ടോയാണ്. തീർച്ചയായും മുരളി ഗോപിക്ക് ഒരു വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചിത്രമാണ് എങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ സിനിമ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ വെക്കാം. പക്ഷേ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് എന്നും ഈ ചിത്രത്തിനുള്ളിൽ ചർച്ച ചെയ്യുന്ന പ്രമേയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാതെ എല്ലാം മുഴുവൻ സസ്പെൻസാക്കി വച്ച ശേഷം മോഹൻലാലിൻ്റെ ഫാൻ ബേസ് ഉപയോഗിച്ച് കോടികൾ നേടാനുള്ള ശ്രമമാണ് എമ്പുരാനും ടീമും നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇത് എത്രമാത്രം നമ്മുടെ മാർക്കറ്റിൽ വിജയിക്കും എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.